ഉണ്ടാകാറുണ്ട് സാറേ. അതാണ് ഒരു പ്രശ്നം. സാറേ അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. രോഗശാന്തി ആൾക്കാരെ ഒരു സ്കിസോഫ്രെനിക് പോലെ. സാറേ ഞാനൊന്ന് പറഞ്ഞോട്ടെ. സാറ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. താങ്കൾക്ക് ഈ പരിപാടി വല്ലതും ഉണ്ടോ? ഇല്ല. പക്ഷേ പ്രാർത്ഥനയിൽ സൗഖ്യമാകുന്നുണ്ട്. ഞാനല്ല ആക്കുന്നത്, ഞങ്ങൾ വിശ്വസിക്കുന്ന ഹോളി സ്പിരിറ്റ്. ഓക്കെ. അല്ല, താങ്കൾ പ്രാർത്ഥിക്കുന്ന വിധേയമാകുന്നുണ്ടോ അതോ മറ്റുള്ളവരെ വിധേയമാക്കുന്നുണ്ടോ? ഞങ്ങളുടെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് രോഗികളെ സൗഖ്യമാക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അത് ക്ലെയിം ചെയ്യാൻ പോയത് നാളെ തൊട്ട് ഭാഗ്യം പിടിച്ചോണ്ട് ഇറങ്ങത്തില്ല. ഞാൻ രോഗശാന്തി വിദഗ്ധനാന്ന് പറഞ്ഞ് ഇറങ്ങത്തില്ല. പ്രാർത്ഥനയിൽ സംഭവിക്കും. പക്ഷെ രോഗത്തിന് ശാന്തി പകരാൻ ഇത്തരം പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന് താങ്കൾ കരുതുന്നു? തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിലൂടെ തീർച്ചയായിട്ടും സൗഖ്യം ഞാൻ അനുഭവിച്ച വ്യക്തിയാണ്. പക്ഷെ ആ സൗഖ്യം എന്ന് പറയുന്നത് ഈ ശാരീരിക സൗഖ്യമാണ്. പക്ഷെങ്കിൽ അതിനപ്പുറത്ത് ഒരു ആത്മീയ സൗഖ്യമുണ്ട്. ഞാൻ ഇവിടെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റാലും ഒരു ദിവസം മരിക്കും. അതാണ് ഞാൻ മുമ്പേ തൊട്ട് പറയുന്നത്. പക്ഷെ മരണത്തിനപ്പുറത്ത് നിത്യജീവൻ കൊടുക്കാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇത് നിങ്ങളുടെ വിശ്വാസമല്ലേ? വിശ്വാസം ബിബ്ലിക്കലി മാത്രമേ കറക്റ്റുള്ളൂ. അല്ല, ഞാൻ വിശ്വസിക്കുന്നു. എന്റെ വിശ്വാസം തന്നെയാ. ആ വിശ്വാസം അനുഭവത്തിൽ ഈ അമ്മാമ ആന്റി പറഞ്ഞത് തന്നെ കറക്റ്റ് ഇല്ലയോ? ആന്റിക്ക് സൗഖ്യം കിട്ടി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്ന് ഒരുപാട് ഇതുപോലെ മ്യൂസിക് ഒക്കെ ഇട്ട് പല രീതിയിൽ തോന്നലാണെങ്കിലോ തോന്നലാകുന്നത് എങ്ങനെയാ? തോന്നലായിട്ടാണോ നടന്ന് ഇവിടെ കയറി വന്നത്? സംഭവം വെറും സിമ്പിളാ.